മാധ്യമപ്രവർത്തകന്മാരെ എല്ലാവരും നല്ല നിലയിലുള്ള സഹകരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രത്യേകം NDAയുടെ പേരിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ പേരിലും നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഇത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഞാൻ ഈ മേഖലയിലൊക്കെ സഞ്ചരിച്ചപ്പോൾ ഒരു വല്ലാത്ത ഭയാനകമുള്ള മേഖലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വികസനങ്ങൾ എവിടെയും എത്തിച്ചേർന്നിട്ടില്ല. നമ്മളിവിടെ കാണുന്നത് വീടുകളുടെ ശവപ്പറമ്പായിട്ടാണ് ഈ തീരദേശ മേഖലയിലേക്ക് കാണുന്നത്. അവിടുത്തെ കളിക്കൂട്ടുകാർ ആലയം ചെയ്തു പോയുള്ള കഥകളാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവരും ഭയപ്പെട്ട് ജീവിക്കുകയാണ്. നാളെ ഈ കടൽ വീണ്ടും കരയെ കാർന്നു തിന്നും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എപ്പോഴാണ് അവരും പാലയം ചെയ്യപ്പെടേണ്ടത് എന്ന് അവരുടെ വീടുകൾ പോലും അവർക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ച ആ വീടുകൾ ഇല്ലാതാവുന്ന പ്രയാസം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ആ കണ്ണീര് കാണാൻ കഴിയാത്ത ഭരണ സംവിധാനങ്ങൾ, ആ സംവിധാനത്തിനെതിരെ നമ്മൾ ശക്തമായി നിലനിൽക്കുക. ഞാനിത് പറയുന്നത് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖല എടുത്ത് പരിശോധിച്ചാൽ കാർഷിക മേഖലയിൽ കൃഷിക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മണ്ണിനെ പൊന്നാക്കുന്നവർ കർഷകൻ. ആ കർഷകനാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. ആ രാജ്യത്തിന്റെ നട്ടെല്ലുള്ള കർഷകന് ഇവിടെ വിള ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ആ കർഷകൻ വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ വർഷവും അദ്ദേഹം ആ കർഷകൻ കൃഷിയിടങ്ങളിൽ പോയി അവരുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കി വിളയുടെ സമയത്തുമ്പോഴേക്കും വെള്ളം കിട്ടുന്നില്ല. ജലസേചന പദ്ധതി കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. വലിയ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതി വെച്ചുകൊണ്ട് വലിയ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും. ആ പദ്ധതികൾ എല്ലാം അഴിമതി നിറഞ്ഞ് വളരെ പോരായ്മകളുള്ള പദ്ധതിയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഫണ്ടുകൾ കിട്ടുന്ന ഫണ്ടുകൾ അത് കൃത്യമായ സംവിധാനം ഉപയോഗിച്ച് നല്ല പ്രൊജക്റ്റോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ അതെല്ലാം ഒരു ഘട്ടം വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നതാകും. അത് ഫണ്ടുകൾ അത് പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഇത് കർഷകനെ പോലും സംരക്ഷിക്കപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നാലോചിച്ചത് നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു വാക്കുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ശുദ്ധജലം കിട്ടണം. അതുകൊണ്ടാണ് ജലജീവൻ മിഷൻ പദ്ധതി കൊണ്ടുവന്നത്. ആ ജലജീവൻ മിഷൻ പദ്ധതിയോട് നമ്മുടെ വീട്ടമ്മമാരുടെ വീട്ടിന് മുന്നിലേക്ക് ആ ശുദ്ധജലം എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പലരെയും പോയി പല പ്രദേശങ്ങളിൽ കാണുമ്പോൾ എല്ലാവരും ബക്കറ്റ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാങ്ക് ഉൾപ്പെടെയുള്ള വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വെള്ളം എപ്പം വരും, അത് വണ്ടിയിൽ എപ്പോൾ വെള്ളം വരും, ആ വെള്ളം കാത്തുനിരിക്കുകയാണ്. അവരുടെ വീട്ടുമുറ്റത്ത് പോലും വെള്ളം എത്തിയില്ല എന്ന് മാത്രമല്ല, ആ വെള്ളം എപ്പോൾ കിട്ടും എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത നിലയിലേക്ക് ശുദ്ധജലം പോലും കിട്ടാതെ നിൽക്കുന്ന ഒരു പൊന്നാനി ഈ അസംബ്ലി മണ്ഡലം ദയനീയമാണ്. നമ്മുടെ കൃത്യമായിട്ട് 2026, 25 കഴിഞ്ഞ് 26 എത്തുമ്പോഴത്തേക്ക് ശുദ്ധജലം എല്ലാ ആളുകളുടെ വീട്ടിൽ മുന്നിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പദ്ധതി ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തി. പക്ഷെ ചിലരിപ്പം ചോദിക്കുന്നത് പൊന്നാനി ഇന്ത്യയുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് ഈ പൊന്നാനിയിൽ മാത്രം എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടാകുന്നു? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ജനം ഇപ്പൊ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് സംസാരിച്ചവർ പലരും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ജനിച്ചാൽ മരണം വരെയെങ്കിലും ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ? ആ സാഹചര്യം പോലും ഉണ്ടാകുന്നില്ല. താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. ഏത് മേഖല എടുത്തു നോക്കിയാലും റോഡ് എടുത്തു നോക്കിയാലും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് ഈ അസംബ്ലി മണ്ഡലത്തിനുള്ളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വികസനമില്ലായ്മ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യം ഞാൻ പറഞ്ഞത് ജനങ്ങളെ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ കൂടെ നിൽക്കും. ആ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് ഇത് പരിഹരിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഇപ്പൊ ഞാൻ ഈ മണ്ഡലത്തിൽ സഞ്ചരിച്ചപ്പോൾ പലരെയും കണ്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ വോട്ടർമാരെല്ലാം നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ആ ഒരു വിശ്വാസം
വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെക്കാളും രീതിയിൽ ഇവിടെ മനീഷ് ചെനകി എന്ന NDAയുടെ സ്ഥാനാർത്ഥി അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് എന്നൊരു രീതിയിൽ തന്നെ ജനം സ്വീകാര്യത കാണുന്നുണ്ട്. ഈ പൊന്നാനി മണ്ഡലത്തില് വോട്ടിൽ ഒരു കുറവ് കാണുന്നു. എന്താണ് അതിന് BJP BDJസുമായിട്ടുള്ള ഒരു സഹകരണത്തിൽ എന്തെങ്കിലും മണ്ഡലങ്ങളിലെ ഒരു പ്രശ്നങ്ങളുണ്ടോ? പൊന്നാനി മണ്ഡലത്തിൽ അങ്ങനെ ഒരു സഹകരണക്കുറവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിവിടെ പൊന്നാനി മണ്ഡലത്തേക്ക് കടന്നു വരുന്ന സമയത്ത് എന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന ആ സമയത്ത് അതിനുശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഞാനിവിടെ മണ്ഡലത്തിൽ എത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. പക്ഷെ ഞാനിവിടെ കടന്നു വന്ന ഉടൻ തന്നെ ഇവിടുത്തെ മണ്ഡല കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം, NDAയുടെ മണ്ഡല കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. അവിടെ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ധാരണ വെച്ചുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് BJP പ്രവർത്തകന്മാരും BJPയുടെ നേതാക്കന്മാരും എല്ലാം വളരെ സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ട്, ഈ പ്രചരണ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സ്വീകാര്യതയാണ്. ഇപ്പൊ ഒരുപക്ഷെ പ്രചരണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ളത് NDA എന്ന് തന്നെ പറയാം. അത് BJP പ്രവർത്തകന്മാർ, BJPയുടെ നേതൃത്വമാണ് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് BJP നേതാക്കന്മാരാണ്, BJPയുടെ പ്രവർത്തകന്മാരാണ്, BJPയുടെ നിലയിൽ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു സഹകരണമില്ലായ്മ ഉണ്ട് എന്നുള്ള ഒരു ഇത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നല്ല നിലയിൽ തന്നെയാണ് തന്നെ പ്രവർത്തനം മുന്നോട്ട്. BJPയുടെ പാലക്കാട് മധ്യമേഖല പ്രസിഡന്റ് ആയിട്ടുള്ള KK സുരേന്ദ്രൻ അവസാനത്തിൽ 2 ദിവസം മുന്നേ ഒരു പരിപാടി മാത്രമാണ് കണ്ടത്. അതിന് മുന്നേ ഒരു പരിപാടിയിലും സഹകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടുകൂടി അത് ശരിയല്ല. ഈ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്തത് തന്നെ സുരേന്ദ്രനാണ്. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെ എല്ലാ ദിവസവും സുരേന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉദ്ഘാടനം തന്നെ ചെയ്ത് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അത് കാണാത്തത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. നിങ്ങൾ അതിന്റെ പിന്നാലെ സഞ്ചരിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ കാണാം. എല്ലാ ദിവസവും സുരേന്ദ്രൻ. പിന്നെ സുരേന്ദ്രൻ ഇവിടെ മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒരാളല്ല, പല മേഖലകളിലും കാര്യം കേന്ദ്രീകരിക്കേണ്ടതാണ്. അപ്പൊ ഇന്നലെയും സുരേന്ദ്രൻ രാവിലെ മുതൽ ഒരു 3 മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ തുഷാർജി വളാഞ്ചേരി വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടത്തേക്ക് പോവുകയും ചെയ്തു. എല്ലാ ദിവസവും സുരേന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അത് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ല, നേരത്തെയുള്ള ഈ വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളും മലപ്പുറം ജില്ലക്ക് എതിരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഈ BDJ സ്ഥാനാർത്ഥിത്വത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതില് പല നമ്മളെ സംബന്ധിച്ചിടത്തോളം BDS രാഷ്ട്രീയ പാർട്ടിയാണ്. BDS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BDSന്റെ ഭാഗമായിട്ടുള്ള മതേതര രാഷ്ട്രീയ പാർട്ടിയാണ് BDS. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് BDSന്റെ പ്രവർത്തനം. അത് നടേശ് സാറ് പിന്നെ എന്ത് പറഞ്ഞു എന്നുള്ളത് BDS സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളുള്ള കാര്യമൊന്നുമല്ല. BDSന്റെ പ്രവർത്തനത്തെ ജനം ആ രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. BDS എന്ന നിലയിൽ വെള്ളാപ്പള്ളിയുടെ അത്രയും പ്രസ്താവനകൾ ശരിയാണ്, അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എല്ലാ ദിവസവും പല നേതാക്കന്മാർ, പല സാമുദായിക സംഘടനാ നേതാക്കന്മാരെല്ലാം പല രീതിയിൽ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ പോകാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ മുന്നണി, ഇപ്പൊ തെരഞ്ഞെടുപ്പായത് നമ്മുടെ മുന്നണി സംവിധാനങ്ങൾ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാ മതേതര പിന്നെ സമുദായ സംഘടനകള്, പിന്നെ മതസംഘടനകള്, ഇവരെല്ലാം നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇടപെടാറുള്ളൂ. ആവശ്യമുള്ള കാര്യം ഇപ്പൊ BDS സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാറില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ BJPയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് അങ്ങ് പറയുമ്പോൾ പോലും വോട്ടിൽ എന്താണ് ഇത് കാണാത്തത്? ഈ BJPയുടെ കാൻഡിഡേറ്റ് മത്സരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയില്ല. BDJ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വലിയൊരു കുറവ് സംഭവിക്കുന്നത്? കേരളത്തില് അങ്ങനെയാണെങ്കിൽ മാറി മാറി ഭരണം വരില്ലല്ലോ. ഭരണം മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? നിലവില് BJPയുടെ വോട്ട് നിർബന്ധമായി കിട്ടണ്ടേ? ഞാൻ പറയുന്നത് ഭരണം മാറി മാറി വരുന്നത് ചില സമയത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. നമ്മൾ അതും കൂടി ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല. മറ്റെല്ലാ മേഖലകളിലും മുന്നേറുമ്പോൾ, മറ്റെല്ലാ മേഖലകളിലും വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ BDJs മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം
എന്തോ ഒരു ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നിങ്ങൾ താരണം ചെയ്തോ? അതിൽ BJP കൂടുതലുണ്ട്. നിങ്ങൾ ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പിന്നെ വോട്ടിംഗ് ശതമാനം കൂടുന്നതും കുറയുന്നതും ആ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കൂടിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങള്, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിലവിലുള്ള വോട്ടിംഗ് ശതമാനം വർദ്ധിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു അതുകൊണ്ടാണ് ചോദിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും കൂടുതൽ മണ്ഡലങ്ങളിലും അതിന്റെ വോട്ടിംഗ് ഷെയർ നന്നായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് പൊന്നാനിയിൽ BJP NDA മുന്നണിക്ക് വോട്ട് കുറയുന്നത്. അത് ഞാൻ ചെറിയൊരു ശതമാനത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട്, അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്ന വിഷയങ്ങളിൽ ഇപ്പം എല്ലാ മണ്ഡലവും ഒരേപോലെയല്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു പൊന്നാനി മണ്ഡലത്തിന്റെ അവസ്ഥ. പൊന്നാനി മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വം ഉണ്ടാകുന്ന മനുഷ്യനെ കാണാൻ കഴിയാത്തവർക്ക് മാത്രമേ ഈ മണ്ഡലത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയൂ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളും സഞ്ചരിച്ചാൽ അവരുടെ വേദനകൾ, ആ വേദന നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ഇന്ത്യ എന്തെല്ലാം പുരോഗതിയിലേക്ക് പോയി. ഈ രാജ്യം വലിയ ഇപ്പൊ നമ്മള് കടലിന്റെ ഉള്ളിൽ റോഡ് ഉണ്ടാക്കിയിട്ട് മറ്റു ഇത് പോവുക, അത്രയും വികസനങ്ങൾ ഉണ്ടായി. നമ്മുടെ വലിയ വികസനം ഉണ്ടായി. ഇന്ത്യ സാമ്പത്തിക വളർച്ചയായാലും ലോകരാജ്യങ്ങളിൽ എല്ലാവരും സ്വീകാര്യമുള്ള രാജ്യമായിട്ട് ഇത് മാറി നിൽക്കുന്ന ആ രാജ്യത്തുള്ള ഈ പൊന്നാനി മണ്ഡലത്തിൽ മനുഷ്യനായി കാണാൻ പോലും കഴിയാത്ത നിലയിലുള്ള വികസനമില്ലായ്മയാണ് ഇവിടെ കാണുന്നത്. ഈ കടൽഭിത്തി നിർമ്മാണം നടത്തിയത് കേന്ദ്ര സർക്കാരായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിന് ഇത്രയും വലിയ ഭാരം നൽകിയത് കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടായത്? അല്ല, കടൽഭിത്തി കേന്ദ്രം കൃത്യമായി തന്നെ പറഞ്ഞില്ല, ആ മാനദണ്ഡം പാലിക്കാതെ നടത്തി അഴിമതിയിലൂടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ എല്ലാ പ്രൊജക്റ്റിലും അഴിമതി വരിക. ആ രീതിയിൽ കടൽഭിത്തിയിൽ ഇത്ര ഇതിൽ വെച്ചിട്ട് കടൽഭിത്തി നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നിർമ്മിക്കപ്പെടാതെ അത് ഒരു ചടങ്ങ് പോലെയാക്കി കുറച്ച് കല്ലുകൊണ്ട് അവിടെ നിക്ഷേപിച്ച് അത് നിർമ്മാണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കേന്ദ്ര ഫണ്ട് വാങ്ങുക എന്നുള്ള നടപടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാനിത്. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ ജലജീവൻ മിഷൻ പദ്ധതി എന്താ നടന്നത്? പൈപ്പിലോട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളിലേക്ക് ഇവിടെ പോയില്ല. അതിന്റെ ഫണ്ട് വാങ്ങിയിട്ടില്ലേ? നിങ്ങൾ അതിലേക്ക് ജലജീവൻ മിഷന്റെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പദ്ധതികൾ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയും ആ പദ്ധതികൾ പോലും കൃത്യമായി നടപ്പിലാക്കാതെ അതിൽ നിന്ന് എന്തൊക്കെ കിട്ടാൻ കഴിയും, അതിൽ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാൻ കഴിയും, ഇത് മാത്രമേ ഇപ്പോ ഇവിടെ ഇന്ന് ജയിച്ചു വരുന്നവരൊക്കെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാം കൃത്യമായ മാനദണ്ഡത്തോടെ ചെയ്താൽ. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, നമ്മുടെ ഈ തീരദേശ പ്രദേശത്ത് നിങ്ങൾ സഞ്ചരിച്ച കാര്യങ്ങൾ മനസ്സിലായി. നല്ല സുന്ദരമായ ടൂറിസം, പൊന്നാനി ഏറ്റവും വികസനം ഉണ്ടാക്കാൻ കഴിയുന്ന, നമ്മുടെ ജനങ്ങൾക്ക് നല്ല നിലയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടൂറിസം രീതിയിലുള്ള പ്രൊജക്ട് തയ്യാറാക്കി ഇവിടെ നടപ്പിലാക്കിയാൽ വിദേശ രാജ്യത്ത് നിന്ന് പോലും ടൂറിസ്റ്റുകൾ ഇവിടെ വരും. ഈ പൊന്നാനി തന്നെ മുഖച്ഛായ മാറും വലിയ നിലയിൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയട്ടെ, ജലപാത ഇപ്പോഴും മുഖ്യമന്ത്രി സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള, ഞാൻ ജലപാത സമരസമിതിയുടെ ജില്ലാ ചെയർമാനാണ്. കൃത്രിമ ജലപാതക്ക് എതിരെ ശക്തമായ സമരം നടത്തിയിട്ടുള്ള അതിന്റെ ജില്ലാ ചെയർമാനാണ് കണ്ണൂരിൽ. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കൃത്രിമ ജലപാത നമ്മുടെ ദേശീയ ജലപാതയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് കൃത്യമായി പാരിസ്ഥിതിക പഠനം നടത്തിയിട്ട് കണ്ണൂർ കാസർഗോഡ് പറ്റില്ല എന്നുള്ള തീരുമാനം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് കേന്ദ്ര ദേശീയ ജലപാത ഒഴിവാക്കിയ സ്ഥലത്താണ് ഇവിടെ ജലപാത കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമം കേരളമൊക്കെ കണ്ടാൽ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കി. പക്ഷെ ആ ജലപാത ഞങ്ങൾ ക്ഷേമമായിട്ട്, ഞാൻ എന്റെ സംസ്ഥാനത്തെ ജില്ലാ ചെയർമാൻ നിലയിൽ ജനങ്ങൾ കൃത്യമായി തന്നെ കോടതിയിൽ പറഞ്ഞ കാര്യമുണ്ട്. ഇതിന്റെ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് കോടതി കൊടുത്തതിന് ശേഷം മാത്രമേ ഇവരുടെ സ്ഥലങ്ങളിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയും. ഞങ്ങൾ ശക്തമായ സമയത്ത് കോടതിയിലൊക്കെ പോയിട്ടാണ് ഞങ്ങളെന്തായാലും വാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ദേശീയ ജലപാതയുടെ ഭാഗമായിട്ട് ഇവിടെ ജലപാത കൃത്യമായി നടപ്പിലാക്കിയ ഏത് രീതിയിലുള്ള സുന്ദരമായുള്ള കപ്പലുൾപ്പെടെ നമ്മുടെ ടൂറിസം മേഖലയൊക്കെ എത്ര വികസനം ഉണ്ടാകും.
ആ വികസനം എന്താ ഉണ്ടാകാത്തത്? അതുകൊണ്ട് നടപ്പിലാക്കേണ്ട സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കുക, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മൾ പരിശോധിക്കേണ്ടത്. നടപ്പിലാക്കേണ്ട സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഇവിടെ ജലപാതയുടെ ഭാഗമായിട്ട് പദ്ധതി നടപ്പിലാക്കിയാൽ നല്ല രീതിയിലുള്ള വികസനങ്ങൾ നമ്മുടെ ഈ പൊന്നാനി തന്നെ മാറും, പൊന്നാനിയുടെ മുഖച്ഛായ മാറും. നിങ്ങൾ ഫിഷിംഗ് ഹാർബർ എന്താ സ്ഥിതി? അഴിമതിയല്ലേ? നിങ്ങൾ എല്ലാം നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് അത് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പദ്ധതികൾ കൊണ്ടുവന്ന് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പദ്ധതി പോലും പൂർത്തീകരിക്കാതെ ആ പദ്ധതിയിൽ നിന്ന് എന്തെല്ലാം അടച്ചു മാറ്റാൻ കഴിയുമോ ഇത് മാത്രമാണ് ശ്രമിക്കുന്നത്. ഇത് മാറണ്ടേ? നമ്മുടെ ജനം, നമ്മുടെ പൗരന്മാര്, നമ്മളെന്തിനാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നിൽക്കുന്ന നമ്മുടെ ജനങ്ങളെ അവർക്കൊരു കൈത്താങ്ങായിട്ട് അവരെ കൈത്താങ്ങായിട്ട് അതിനെ അവരുടെ ജീവിതത്തിൽ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അവരെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നല്ല ജനപ്രതിനിധിയായിട്ട് നമുക്ക് മാറാൻ കഴിയും. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക വേണം. അവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് ആ ദുഃഖത്തിന് പങ്കാളിയായിട്ട് ആ ദുഃഖം മാറ്റാൻ അവരുടെ സ്വപ്നങ്ങൾ, ഇപ്പൊ സ്വപ്നം കാണാത്ത മനുഷ്യരില്ല, ആ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത് പലതും ചെയ്യാനുണ്ട്. 11 വർഷം ഇന്ത്യ രാജ്യം വെച്ച നരേന്ദ്രമോദിജി ഇല്ലേ? ആ നരേന്ദ്രമോദിയുടെ 11 വർഷം നമ്മൾ കാണുന്നില്ലേ? എന്തെല്ലാം മാറ്റം ഇന്ത്യ രാജ്യത്തുണ്ടായി. ആ മാറ്റം പോലെ പൊന്നാനി മാറും, ഒരു സംശയമായിരിക്കും വേണ്ട. പൊന്നാനി മാറും. പക്ഷെ മാറണമെങ്കിൽ ജനങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജനങ്ങളുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകൾ അത് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കി എന്താണ് ജനത്തിൽ അടിസ്ഥാന വികസനമാണ് ആദ്യം വേണ്ടത്. ആ അടിസ്ഥാന വികസനം ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകില്ല. അങ്ങനെ അടിസ്ഥാന വികസനം ഉണ്ടാകണം. അങ്ങനെയുള്ള അടിസ്ഥാന വികസനമാണ് ഏറ്റവും ആദ്യം ശുദ്ധജലമാണ്. അതിൻ്റെ കൂടെ നമുക്ക് സൂര്യമായി താമസിക്കാനുള്ള പാർപ്പിടം, വിദ്യാഭ്യാസം അല്ലേ? അതൊക്കെ നമുക്ക് ആദ്യം വേണ്ട. നമുക്ക് കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാൻ നമ്മുടെ കൃഷിക്കാരൻ നമ്മുടെ നട്ടല്ല. നമ്മൾ കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, കൃഷി ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പോലും കഴിയില്ല, ഭക്ഷണം കിട്ടില്ല. അവര് നമ്മുടെ അഭിമാനമായിട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ കൃത്യമായി പരിഹരിക്കണം. ഇവിടെ അവർക്ക് അവർക്ക് വെള്ളം കിട്ടും, ജലസേചനമായി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ച് എല്ലാ വർഷവും അവർ കൃഷി ഇറക്കുന്നു. ഒരു വർഷത്തും അവർക്ക് വെള്ളം കിട്ടുന്നില്ല. എങ്ങനെയാ കൃഷിയെ മുമ്പോട്ട് പോകുകയാണ്? ഇതെല്ലാം മാറണ്ടേ? ഇതൊക്കെ ചെയ്യാൻ വലിയ ഇതൊന്നും വേണ്ട. ചെറിയ നിലയിലുള്ള കാര്യങ്ങൾ ഇവരെ മനസ്സിലാക്കി ഇവരെ പ്രയാസത്തോട് നിന്ന് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള നല്ല പ്രൊജക്ട് തയ്യാറാക്കി മുന്നോട്ട് പോയാൽ ഇതെല്ലാം മാറ്റാൻ കഴിയും. ഇത് മാറ്റാൻ കഴിയുന്നുള്ള 100% വിശ്വാസം അനക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെ കൂടെ ഈ പൊന്നാനി ജനം നിലനിൽക്കും എന്നതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമല്ല, ഇവിടെ ശരിക്കും പ്രചരണ രംഗത്ത് പോലും NDA മുന്നിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇതൊക്കെ കാണുന്ന പ്രചരണ രംഗത്ത് പോലും NDA മുന്നിലാണ്. ആ മുന്നിലെന്ന് പറയുമ്പോൾ ഇതിന്റെ മുൻപന്തിയിൽ എല്ലാം BJP തന്നെയാണ്. BJP ലീഡർഷിപ്പാണ് ഇതിന്റെ എല്ലാം മുൻപന്തിയിലുള്ളത്. അതുകൊണ്ട് നല്ല നിലയിലുള്ള മുന്നേറ്റമാണ്. ഇവിടെ വിജയിക്കാൻ ആവശ്യമായുള്ള സംവിധാനങ്ങളാണ് ഇന്ന് NDA ഇവിടെ ഈ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൊന്നാനി മണ്ഡലത്തില് കാര്യമായ വികസനം ഉണ്ടായില്ല എന്നൊക്കെ പറയണ്ടല്ലോ, പല പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ ഇതിലിപ്പോൾ കഴിഞ്ഞ തവണ BDJS തന്നെയായിരുന്നു പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ചത്. ഇത്തവണയും BDJS തന്നെയാണ് മത്സരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇവിടെ വികസനം മുരടിപ്പിനെതിരെയോ അല്ലെങ്കിൽ ഈ MLA-യുടെ നിലപാടുകൾക്കെതിരെയോ എന്ത് സമരരംഗത്താണ്, എന്ത് ഇടപെടലാണ് NDA-യുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുണ്ടായത്? അതോ ഈ BDJS-ന്റെ ഭാഗത്തുനിന്ന് എന്താണ് കാര്യം? NDA-യുടെ ഭാഗത്തുനിന്ന് വലിയ സമരങ്ങൾ നടന്നില്ലേ? ഇപ്പൊ ഏറ്റവും അവസാനം കുറ്റവിചാരണ സദസ്സൊക്കെ നടന്നില്ലേ? കൃത്യമായി തന്നെ ഈ മണ്ഡലത്തിൽ BDJS-ന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ കാണുള്ളൂ. തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമേ BDJS-ന്റെ സാന്നിധ്യം പൊന്നാനിയിൽ, അല്ലാണ്ട് പൊന്നാനിൽ BDJS-നെ കാണാറില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം BDJS സംബന്ധിച്ചിടത്തോളം BDJS കൃത്യമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ ഒന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം പൊന്നാനി എവിടെയും ഇടപെടാത്ത ഇവിടുത്തെ സ്ഥാനാർത്ഥി BDJS-ന്റെ ഓഫീസിലിരുന്ന് യോഗം കൂടി പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ലല്ലോ. അത് ചിലപ്പോൾ പറയാം. ഇപ്പം തന്നെ ഈ പൊന്നാനിയുടെ ഇതുമായി NH-ന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ MLA-യും MP-യും മുനിസിപ്പൽ ചെയർമാനും ചെയ്യാത്ത കാര്യങ്ങൾ
ഇവിടുത്തെ ജനം അനുഭവിക്കുന്ന ദുരിതം തന്നെയല്ലേ, നിങ്ങൾക്കറിയില്ലേ, ദുരിതം തന്നെയല്ലേ? ആ ദുരിതത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനവും BDJs ഉൾപ്പെടെ, BDJs-ഉം BJP-യും ഉൾപ്പെടെ ആണ് അതിന് പരിഹാരം കാണുന്നത്. കേന്ദ്ര സർക്കാർ കണ്ടത് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ MLA, MP-യോ അതുപോലത്തെ മുനിസിപ്പൽ ചെയർമാനോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുവരെയും അവതരിപ്പിച്ചില്ല. അതൊക്കെ അവതരിപ്പിച്ച് അതിന് പരിഹാരം കാണുന്ന BDJs ഉൾപ്പെടെയുള്ള നമ്മുടെ NDA ആണ്. അതിന് വേണ്ട പരിഹാരങ്ങൾ അടുത്ത കാലത്ത് തന്നെ അതിന് പരിഹാരം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയല്ലേ രാഷ്ട്രീയ പ്രശ്നം. ഞങ്ങൾ ആരോപിച്ച ആരോപണം സ്ഥാനാർത്ഥിക്ക് മനസ്സിലായോ? ഈ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലൊന്നും BDJs-നെ കാണാറില്ല. പ്രധാനമന്ത്രിയെ കാണാൻ പോയതോ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കണ്ടത് മാത്രമല്ലല്ലോ ഒരു നാടിന്റെ പ്രശ്നം. അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ BDJs എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് തന്നെ 8% വോട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആദ്യത്തെ രൂപീകരിച്ച് 8 മാസം കഴിയുമ്പോൾ തന്നെ 8% വോട്ടിലേക്ക് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BDJs. ആ നിലയിൽ തന്നെ BDJs. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ഈ BDJs എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട സമര കേന്ദ്രങ്ങളൊക്കെ വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ണൂർ ജില്ലയിലെ ദേശീയ ജലപാത കയറിയുള്ള സമരത്തിന്റെ ഭാഗം എങ്ങനെയാണ് BDJs എന്ന് പറയണ്ട, അതിന്റെ ചെയർമാൻ ഞാനാണ്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഞാനിപ്പോ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പിഞ്ചു കുട്ടികൾ, ചെറിയ കുട്ടികൾ, നമ്മുടെ ചിത്രശലഭമില്ലേ കുട്ടികൾ, ആ ചിത്രശലഭമായിട്ടുള്ള പിഞ്ചു കുട്ടികൾ മനുഷ്യക്കടത്തിനും ബാലവേലക്കും എത്തുമ്പോൾ അതിനെ പോരാട്ടം നടത്തിയതാരാ? അവരെ സംരക്ഷിക്കും. ഒരു വീടുകൾ ഇറങ്ങി ഓടുമ്പോൾ അവരെ വീണ്ടും ആ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഭരണ സംവിധാനവും പോലീസ് സംവിധാനവും അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ ശക്തമായി സമരം നടത്തിയതാരാ? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണോ? അവിടെ ഒരു കുട്ടി മരണപ്പെടുന്നു. ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തുള്ള കുന്നോത്തോളം പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. പെരിയാർ മെഡിക്കൽ കോളേജിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരുടെ ലൈംഗിക ചർമ്മം പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും കേസെടുക്കാൻ തയ്യാറായതിന്റെ ഭാഗമായിട്ട് അതിന്റെ നിയമപരമായ പോരാട്ടം BDJs-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി നിലയിൽ നിയമമായ പോരാട്ടം ഉൾപ്പെടെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. FIR വേണ്ടി വന്നത് കോടതിയിൽ പോയിട്ടാണ്. അപ്പൊ ഇവിടെ ആരെയാണ് ഇവർ സംരക്ഷിക്കപ്പെടുന്നത്? എന്താ മറ്റു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഇടപെടാത്തത്? അപ്പോ ഇടപെടേണ്ട കേന്ദ്രങ്ങളിൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. നമ്മളെല്ലാ മേഖലയിലും, പരിസ്ഥിതി ആയാലും പാരിസ്ഥിതികമായാലും നമ്മുടെ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ നാട്ടിലെ ഇത്തരം ആളുകൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പൊ പെരിയാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സമരമുൻപന്തിയിലുണ്ടായിരുന്ന നിരാഹാരം കിടന്ന ഒരാളാണ് ഞാൻ. അത് BDJs-ന്റെ ഭാഗമായിട്ടാണ് നിരാഹാരം കിടന്നത്. എല്ലാവരെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള BDJs-ന്റെ ഭാഗമായിട്ടാണ് നിരാഹാരം കിടന്നിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ വലിയ സമരങ്ങൾ BDJs നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ നിങ്ങളത് കാണുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമല്ല. ഈ മണ്ഡലത്തിലെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് ചിലപ്പോ ഒരുപക്ഷെ BDJs എന്ന നിലയിൽ ഇടപെട്ട കേന്ദ്രങ്ങൾക്ക് ഇടപെടുന്നുണ്ട്. അത് മുന്നണി അടിസ്ഥാനത്തിലായിരിക്കും പല സമരങ്ങളും നടക്കുന്നുണ്ടാകുക. ശരി, താങ്കളുടെ രാഷ്ട്രീയ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM രാഷ്ട്രീയമാണ് താങ്കളുടെ ഒരു പശ്ചാത്തലം. തുടക്കം SFI-യിൽ നിന്ന് തുടങ്ങുന്നു. CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിലും വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ലോക്കൽ കമ്മിറ്റി ഇല്ല, ബ്രാഞ്ച് കമ്മിറ്റി. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് BJP രാഷ്ട്രീയത്തിലേക്ക്, BDJs-ലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? എന്റെ ജീവിതം എന്ന് പറയുന്നത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി, CPM-നെ പറ്റി ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പയ്യന്നൂർ ഉൾപ്പെടെ, തളിപ്പറമ്പ് ഉൾപ്പെടെ ഇപ്പൊ വലിയ മാറ്റങ്ങൾ, നമ്മുടെ ഒഞ്ചം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാനൂരിലെ ചരിത്രം എഴുതുമ്പോൾ എൻ്റെ 8 വീട്ടിൽ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് ചരിത്രം എഴുതാൻ കഴിയില്ല. ആ കുടുംബത്തിൽ നിന്ന് ഞാൻ കൃത്യമായി തന്നെ ഒരു മൊബൈൽ ടവറിനെ ഒരു പ്രദേശത്തെ ജനങ്ങൾ സംഘടിക്കുന്നു. അങ്ങനെ മൊബൈൽ ടവറിനെ പ്രദേശത്തെ ജനങ്ങൾ സംഘടിക്കുമ്പോൾ ഞാനെടുത്ത നിലപാട് വികസനമാണ്. മൊബൈൽ ടവറൊക്കെ വികസനത്തിന്റെ ഭാഗമാണ്. ടെക്നോളജി വളരുകയാണ്. നമ്മൾ ഈ മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ട് മൊബൈൽ ടവറിനെ സമരം നടത്തുക ശരിയല്ല. ആ നിലപാടെടുത്ത് മുന്നോട്ട് പോയ ഒരാളാണ്. അങ്ങനെ ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പ്രദേശത്തുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഇതിനെ സ്റ്റേ വാങ്ങുന്നതോടുകൂടി ഇവിടെ CPM ഭയന്നു. അതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ അതിന്റെ ഭാഗമായി വന്നപ്പോൾ CPM ഭയന്നിട്ട് ആണ് പിന്നെ അവിടെ സമരസമിതി ഉണ്ടാക്കുന്നത്. സമരസമിതി ഉണ്ടാക്കുമ്പോൾ എന്നെ അതിന്റെ സെക്രട്ടറി ആക്കി സമരസമിതിയുടെ സെക്രട്ടറി ആക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ CPM-ന്റെ പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു,
നിങ്ങൾ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്ന സമരം ഇല്ലാതാക്കണം. ഞാനത് പറഞ്ഞൊരു വാക്ക്, ഞാൻ ഈ മൊബൈൽ ടവർ സമരത്തിനെതിരെ ഇല്ല ഒരാളല്ല. പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുത്ത ഒരാളാണ്. CPM അത് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ഒരാളാണ്. അതുകൊണ്ട് ഈ സമരം, ഈ പറയുന്ന സമരം ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെങ്കിൽ ജനങ്ങളിടയിൽ ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് സമരം നടത്തി നല്ല മുമ്പോട്ട് പോവുകയാണ്. ആ മുമ്പോട്ട് പോകുന്ന സമയത്ത് പാർട്ടി അനിവാര്യവും പിടിച്ച് എന്തുകൊണ്ട് സമരത്തിൽ പിന്മാറുന്നു അത് പറയണം. അതിന്റെ ഭാഗമായിട്ട് അത് പറയാൻ തയ്യാറല്ല. സമരം പൊളിക്കുക എന്നുള്ള നിലപാട് മാത്രമാണ്. അപ്പം ഇതിൽ ഈ സമരം പൊളിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൊബൈൽ ടവറുകാരൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമായ സൗകര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മുഴുവൻ വാർഡും CPM ഭരിക്കുന്ന വാർഡാണ്. ആ പഞ്ചായത്തിൽ 35 വർഷമായിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടികൾ സമരം നടത്തിയിട്ടില്ല. ഈ പ്രദേശത്തെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 100-700ഓളം ആളുകൾ വെച്ചുകൊണ്ട് ഞാൻ സമരം നടത്തി. അവിടത്തേക്ക് മാർച്ച് നടത്തി ആ സമരങ്ങൾ നല്ല നിലയിൽ വിജയിപ്പിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം തന്നെ ആ മാർച്ചിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ കൺട്രോൾ കമ്മീഷൻ, എൻ്റെ ഭാഗം ശരിയാണ്, ഞാൻ ഈ ഒരു തെറ്റും ചെയ്തില്ല പൂർണ്ണ ബോധത്തിന് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ, അന്ന് ഇവിടുത്തെ വാസുദേവനായിരുന്നു കൺട്രോൾ കമ്മീഷൻ, മലപ്പുറത്തെ വാസുദേവനാണ് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ. ആ കൺട്രോൾ കമ്മീഷൻ ചെയർമാനെ ഞാൻ കത്തയച്ചു. കൃത്യമായി അതിന്റെ മുൻ MLA പ്രകാശ് മാഷായിരുന്നു അതിന് ഏകോപന കമ്മീഷൻ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി എൻ്റെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റും ഉൾപ്പെടെ ഞാൻ നൽകി. ആ കമ്മീഷൻ തീരുമാനപ്പെട്ടു മനീഷ് അല്ല തെറ്റിയത്, CPM ആണ് തെറ്റിയത്. അങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായി ബോധ്യപ്പെട്ടു ഈ പാർട്ടി ജനങ്ങളിൽ അകന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ കുടുംബം വിശ്വസിക്കുന്ന, എൻ്റെ എല്ലാവരും വിശ്വസിക്കുന്ന, എൻ്റെ അച്ഛൻ പിന്നെ ആദ്യത്തെ ഏരിയ കമ്മിറ്റി രൂപീകരിക്കുന്ന പാർട്ടി ഏരിയ കമ്മിറ്റി രൂപീകരിക്കുന്നത് അതിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെയില്ല എൻ്റെ കുടുംബം അതിൻ്റെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് എൻ്റെ ഇളയച്ചൻ്റെ പേരിലാണ്. CPMന്റെ ചമ്പാട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പറയുന്ന അച്ചാച്ചൻ്റെ പേരിലാണ്. അങ്ങനെയുള്ള അവിടെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ പറയുന്ന പാർട്ടി ജനങ്ങളിൽ അകന്നിരിക്കുന്നു. പാർട്ടിക്ക് ആവശ്യമായ സാമ്പത്തികം അതുപോലുള്ള കാര്യങ്ങളെ വേണ്ടു. അതിന് ഞാൻ എന്തായാലും വരികയാണ്. ഞാൻ എൻ്റെ ഭാഗം ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പാർട്ടി കൺട്രോൾ കമ്മീഷൻ പരാജയം തിരിച്ചെടുത്തപ്പോൾ അന്ന് താഴെയിൽ അക്ഷരപ്പെട്ട രക്തസാക്ഷി ദിനത്തിന് ഫുൾ ടൈം ആയിട്ട് അവിടെ ഇരുന്ന് അന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എൻ്റെ കമ്മിറ്റിക്ക് രാജിക്കത്ത് എഴുതി കൊടുത്ത് തിരിച്ചു വന്ന ഒരാളാണ്. അതിനുശേഷം ഞാൻ ജനകീയ പ്രവർത്തനങ്ങളും അതിനുശേഷം PDSന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ആ പാർട്ടി നിന്നൊരു കാര്യമില്ല. ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു CPM. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് ഇന്നും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ജനങ്ങളുടെ ഹൃദയം, ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ജനങ്ങളുടെ കണ്ണീര് അത് കാണുമ്പോൾ ആ ജനങ്ങളുടെ കണ്ണീരിന്റെ കൂടെ നിൽക്കാൻ, അതിന്റെ കണ്ണീരിന് മാറ്റം വരുത്താൻ, അവർക്ക് എന്ത് വേണോ അത് ചെയ്തു കൊടുക്കാൻ ഇന്നും സന്നദ്ധമായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തനം. ഞാൻ ഇപ്പോൾ ഇവിടെ പാർലമെന്റ് രംഗത്തൊക്കെ മത്സരിക്കണമെന്ന് ഒരാൾക്കും പാർലമെന്റ് വ്യാമോഹനൊക്കെ ഇല്ലാത്ത ഒരാളായിരുന്നു. പാർലമെന്റ് മത്സരിക്കണമെന്ന് പക്ഷെ പാർട്ടി പറഞ്ഞാൽ ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പറയുന്ന ഒരുപക്ഷെ ഇവിടെ NDA തീരുമാനിക്കപ്പെട്ട ഈ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പറയുന്ന ഈ പൊന്നാനിയിലെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു സഹായിയായിട്ട് ഞാൻ മാറാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ദൈവം ഉൾപ്പെടെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഏറ്റവും നല്ലൊരു വിശ്വാസം കൂടിയായിരുന്നു. അപ്പൊ ദൈവം ഉൾപ്പെടെ എന്നെ തീരുമാനിക്കപ്പെട്ട പൊന്നാനിയുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് NDA എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ വെച്ചതാണ് എന്നതാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരിലൊരു കൗതുകം ഉണ്ടല്ലോ, ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുമായി കൊണ്ട് ഞാനിപ്പോ ജനകീയ വേദി എന്നൊരു സംഘടനയുണ്ട്. അത് ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇടപെടാൻ കഴിയുന്ന നിലയിൽ സംഘടനയാണ്. നിരവധി സമരം ഞാൻ പറയുന്നു, മലകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മലകൾ സംരക്ഷിക്കേണ്ട ഭാഗമായിട്ട് കൊട്ടേഷൻ ഉണ്ടായിരുന്നു എനിക്കെതിരെ. ലീഗൽ സർവീസ് യോജിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. ഒരു ആശുപത്രിയുടെ സ്ഥലം പോലും മറ്റുള്ളവർ കവർന്നെടുക്കാൻ വേണ്ടി തലശ്ശേരിയിലെ തഹസിൽദാർ അതിനു വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ആശുപത്രിക്ക് കിട്ടിയ സ്ഥലത്ത്. അതുപോലെ കയ്യിന്റെ പഴശ്ശി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പഴശ്ശി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയാണ്. ഞങ്ങൾ വീരാശം ചോദിച്ചപ്പോ ഞാൻ കിട്ടിയ മറുപടി ചെതലിച്ചു പോയി, രേഖച്ച് അങ്ങനെ ഹിയറിംഗ് നടത്തുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു വലിയ ഓഫീസ് പോയി കിട്ടും. ആ വലിയ ഓഫീസ് പോയി കിട്ടിയപ്പോൾ 5000 ഹെക്ടർ ഭൂമി പലരും കയ്യേറിയിട്ടുണ്ട്. സർക്കാർ ഭൂമികളൊക്കെ ഇതിനെല്ലാം വലിയ ശക്തമായ സമരങ്ങൾ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബാലവേലയായാലും
പാരിസ്ഥിതിക പ്രശ്നങ്ങളായാലും മലകൾ സംരക്ഷിക്കുന്നതായാലും അഴിമതിക്കെതിരെയും ഈ അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാലോചിക്കേണ്ടത് അഴിമതി എന്ന് പറയുന്നതിന് ശക്തമായ പോരാട്ടം നടത്തുക. അപ്പൊ ഇതിനും ലീഗൽ സർവീസ് വഴി എല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു സമരസമിതിയാണ് രൂപീകരിക്കപ്പെട്ടത്. ആ സമരസമിതിയാണ് ജനകീയ വേദി എന്നുള്ള സമിതി. കാരണം എല്ലാ ജനങ്ങളും അവിടെ കക്ഷി രാഷ്ട്രീയമില്ലാത്ത എല്ലാ ജനങ്ങളും അതിലുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇതിനെതിരെ പോരാട്ടം നടത്തുന്ന ജനങ്ങൾ അതിന്റെ കൂടെയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അത്. ഇപ്പൊ പൊന്നാനിയിൽ തന്നെ ഞാൻ മനുഷ്യ സംരക്ഷണ മിഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. HRPMന്റെ സംസ്ഥാന പ്രസിഡന്റായ സമയത്ത് പൊന്നാനിയിലെ നിരവധി വീടുകള് വഴികൾ അതാണ് പറഞ്ഞത്. ആ പൊന്നാനിയുടെ വഴികൾ വീടുകളിലേക്ക് പോകുന്ന വഴികളിൽ എത്ര ശോധനാവസ്ഥയെന്നറിയോ? വഴികളില്ല. നമ്മൾ 3 അടി വഴികൾ പോലും കൃത്യമായി കിട്ടാത്ത എത്രയോ വീടുകൾ ഇവിടെയുണ്ട്. ആ വഴികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യ സംരക്ഷണ മിഷന്റെ നേതാവെന്ന നിലയിൽ ഞാൻ ആ വഴികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്നോട് ഇപ്പോഴും ഞാനിവിടെ സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ അതിലെ എല്ലാ രാഷ്ട്രീയക്കാരും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുണ്ട്, നേതാക്കന്മാർ ഉൾപ്പെടെയുണ്ട്. ആ സംഘടനയുടെ ഭാഗമായിട്ട് അവരുൾപ്പെടെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നതെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും ഞങ്ങൾക്ക് സ്വീകാര്യതാവും അത് ജനകീയ എന്ന നിലയിൽ തന്നെ എന്നെ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക്. അല്ല, BDSന്റെ ഔദ്യോഗിക ചിഹ്നം ഇപ്പൊ അംഗീകരിച്ച ചിഹ്നം മുമ്പ് കഴിഞ്ഞ വർഷം പുഴമായിരുന്നു, അല്ല മണ്ഡലമായിരുന്നു. ഇപ്പൊ ഔദ്യോഗിക തെങ്ങും തോപ്പാണ് ഔദ്യോഗിക ചിഹ്നമായിട്ട് അംഗീകരിച്ചു വന്ന ചിഹ്നം. അല്ല, അത് അംഗീകരിച്ച ചിഹ്നമാണ്. BDS സ്ഥാനാർത്ഥികൾ മുഴുവൻ തെങ്ങും തോപ്പ് തന്നെയാണ്. അത് അംഗീകരിച്ച അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഈ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ BJP ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. വോട്ട് കൂടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ഞാനൊരു കാര്യം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ലേ? നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ 3 സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്ക്. 3 സ്ഥാനാർത്ഥികൾ പ്രചരണം പരിശോധിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്വീകരണ കേന്ദ്രങ്ങൾ NDAയുടേതാണെന്ന് പറയാതിരിക്കാൻ കഴിയും നിങ്ങൾക്ക് എല്ലാ രീതിയിലും. അതെന്തുകൊണ്ടാ? BJP ഉൾപ്പെടെ നല്ല സാധനങ്ങളുള്ളതുകൊണ്ടല്ലേ. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് NDA ഇപ്പൊ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പം ഇന്നലെ വരെ ഇപ്പൊ ഞങ്ങളുടെ പാവപ്പെട്ട സാധാരണക്കാർക്ക് അവരുടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം അവരുടെ ജീവിതം ഇപ്പൊ തളർന്നിരിക്കുന്ന ആ ജീവിതത്തിൽ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ കൂടെ മനീഷ് ജനകീയം ഉണ്ടാവും, ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടാവും, നരേന്ദ്രമോദിയുടെ വികസനം ഈ പൊന്നാനിയിൽ എത്തണമെന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. ഒന്നുകൂടെ ശുദ്ധജലമെങ്കിലും കൃത്യമായി കിട്ടാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ജനമാണ്. അവർ ഈ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള ആശങ്കയൊന്നും മാധ്യമപ്രവർത്തകർ എന്തായാലും നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കണ്ട് കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇത്തവണ ഡീൽ ആരോപണങ്ങളൊക്കെ വരുന്നോണ്ടേ BJPയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആശങ്കയാണ്. അല്ല, ഡീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആരോപണം ഞാൻ ചോദിച്ചോട്ടെ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തില് ഡീൽ ആരോപണം ആദ്യം ഉന്നയിക്കപ്പെട്ടത് നിങ്ങൾ ചിന്തിച്ചില്ലേ? ഡീൽ എന്ന ആരോപണം ഉന്നയിക്കും പ്രതിപക്ഷ ആദ്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ UDF എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുമ്പേ 1 മാസം മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ? അവരുടെ അടി എവിടെയെങ്കിലും തീർന്നു? അവർക്ക് വികസനത്തെ പറ്റി എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? അവർക്ക് വികസനവും കാര്യങ്ങളോ ജനങ്ങളെ പ്രശ്നങ്ങളോ ഇതൊന്നും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ജനങ്ങളോട് പറയണ്ടേ? ആ ഒരു ആരോപണം മാത്രമേ ഡീലിൽ നിന്ന് ഞാൻ കണക്കാക്കുന്നത്. അതിന്റെ മേലെ ഒരു കാര്യമില്ല. പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും പറയാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് വികസനത്തെ പറ്റിയൊന്നും പറയാൻ കഴിയുന്നില്ല, മറ്റുള്ള കാര്യത്തെപ്പറ്റിയൊന്നും പറയാൻ കഴിയുന്നില്ല. അത് സ്ഥാനാർത്ഥിയിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളുടെ തീരുമാനത്തിന്റെ അപാകതകൾ ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവരിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം മറന്നിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ് ഡീല് എന്നതായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ എല്ലാവരുടെ സഹായവും ഇനിയും നമുക്ക് ഉണ്ടാവണം.